മോശം കാലാവസ്ഥ കാരണം ലുക്ല ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടുകൊണ്ട് ഓഫ് റോഡ് വഴിയായിട്ട് 2 ദിവസം യാത്ര ചെയ്ത് ഞങ്ങൾ എത്തിയ സ്ഥലത്ത് നിന്ന് ഒരു ഹോട്ട് ഹണി ഡ്രിങ്ക് എല്ലാം കഴിച്ച് ഞങ്ങൾ രാവിലെ തന്നെ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇവിടെ ഒരു 10 മണിക്കൂർ ഇന്ന് യാത്ര ചെയ്താലാണ് സാധാരണ ട്രക്കിങ്ങിൻ്റെ ഒരു ട്രാക്കിലേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. തന്നെയല്ല, ഞങ്ങളുടെ ട്രക്കിംഗ് ആരംഭിച്ചിട്ട് ആദ്യത്തെ ഒരു ദിവസമാണ്, ഞങ്ങൾ നടക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ റോഡ് മാർഗം അത്ര ഈസിയല്ല. സാധാരണ എല്ലാവരും നടക്കുന്നൊരു വഴിയല്ല ഈ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി. വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തൊന്ന് റെഡിയായി വരണേ ഉള്ളൂ. ആക്ച്വലി രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നല്ല ഒരു ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നടന്ന് കുറച്ചെത്തിയപ്പോഴത്തേക്ക് വെയിലൊക്കെ കണ്ടു തുടങ്ങി. വഴിയിലിങ്ങനെ നമുക്കിങ്ങനെ മൃഗങ്ങളെ കാണാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്തു പോകുന്ന മൃഗങ്ങളാണിത്. ഞങ്ങളുടെ ഗൈഡാണ് കമാൽ. വഴിയെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കിടയിൽ ചിലപ്പോൾ ആക്സിഡൻ്റലായിട്ട് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതാണ് ഇപ്പോൾ കാണുന്നത്. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു ഇത്. ഞങ്ങൾക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു സപ്പോർട്ടൊന്നും, പിടിച്ച് കയറാനുള്ള സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് കാലൊന്ന് സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകും. അതുപോലെ നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും കയറി പോരാൻ പറ്റി. നടന്നിങ്ങനെ യാത്ര ചെയ്യണ സമയത്ത് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ കിട്ടും ഇതുപോലെ ഇരിക്കാനൊക്കെ. ഇവിടെ നമ്മൾ ചെറിയൊരു ചൂട് ചായയൊക്കെ കഴിക്കും. അങ്ങനെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ യാത്ര പിന്നെയും തുടരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വരുന്ന ഒരു സമയത്താണ് ഇതാ ഇറ്റലിയിൽ നിന്നൊരു മനുഷ്യൻ സൈക്കിളിൽ ഇതേ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്ത് വരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചത്, ഇങ്ങനെയുള്ള ഹാർഡായിട്ടുള്ള സ്ഥലത്തൂടെ നടന്ന് മുന്നോട്ട് പോകാൻ. ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. യാത്രക്കിടയിൽ എപ്പോഴും കണ്ടുമുട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ തൂക്കുപാലങ്ങൾ. ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് നമ്മളെപ്പോഴും കണക്ട് ചെയ്യുന്നത് പോലെ തൂക്കുപാലങ്ങളാണ്. മിൽക്കി റിവർ ആദ്യമായിട്ട് ഞങ്ങളുടെ കാഴ്ചയിൽ പെടുന്ന ഒരു സ്ഥലമാണിത്. ഇതുപോലുള്ള തൂക്കുപാലങ്ങളിലൂടെ ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഈ യാത്ര ഒരു വില്ലേജ് ഏരിയയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കിടയിൽ താമസിക്കുന്ന വീടുകൾ കാണാൻ പറ്റും. അവിടെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് സാധന സാമഗ്രികളൊക്കെ വിൽക്കുന്നത് കാണാൻ പറ്റും. ഫ്രൂട്ട്സ് അതുപോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ കുട്ടികളൊക്കെ നമ്മളെ വെൽക്കം ചെയ്തിങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞു വിടുന്നത് കാണാം. ഇപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ട്രക്കിങ്ങിൻ്റെ കറക്റ്റ് ട്രാക്കിലേക്ക് എത്തിയുള്ളൂ. ഞങ്ങൾ ഏതാണ്ട് ഉച്ച സമയമാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. ഇവിടെ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് ഞങ്ങളുടെ കൂടെയുള്ള സൗകര്യവും. ഞങ്ങളുടെ ഉച്ച ഭക്ഷണത്തിന് ശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരാണ്.
പറഞ്ഞതുപോലെ നമ്മൾ ഒരു സാധാരണ ട്രാക്കിലേക്ക് വന്നുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇഷ്ടം പോലെ ആളുകളെ കാണാൻ പറ്റും. മണിക്കൂറുകൾ നടന്ന് ഞങ്ങളങ്ങനെ താമസ സ്ഥലത്തെത്തി. 10 മണിക്കൂറോളം നീണ്ടു നിന്ന് നടപ്പിന് ശേഷം ഒരാളെ ഒന്ന് കിടക്കണണ്ട. ബാമൊക്കെ പുരട്ടിയുള്ള കിടപ്പാണിത്. പുറമൊക്കെ നല്ല വേദനയുണ്ട്, മുട്ടുകാലൊക്കെ നല്ല വേദനയുണ്ട്. ഇതാണ് ABC ട്രക്കിങ്ങിന്റെ അനുഭവം. ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് എത്തിയുള്ളൂ. 3 ദിവസങ്ങൾ ഞങ്ങൾ ലേറ്റാണ്.